ഇന്ത്യക്കാരിൽ ആരെങ്കിലും ഇനിയും ഔട്ട് പാസിനായി അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഔട്ട് പാസ് സ്വന്തമാക്കി നാട്ടിലെത്താൻ ശ്രമിക്കണമെന്നും ഇന്നലെ വരെ ലഭിച്ച മുഴുവൻ ഇസി അപേക്ഷകളിന്മേൽ നടപടി സ്വീകരിച്ചതായി എംബസി വൃത്തങ്ങൾ അറിയിച്ചു. സൗദിയിലെ ഇന്ത്യൻ സ്കൂളുകളിലൂടെ സ്വീകരിച്ച ഇസി അപേക്ഷകളിന്മേൽ ആർക്കെങ്കിലും ഇസി ലഭിക്കാത്തവരുണ്ടെങ്കിൽ നാളെ തന്നെ എംബസി ഹെൽപ്പ് ഡെസ്കിൽ അന്വേഷിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി. തെർഹിയിൽ, എംബസി, റിയാദ് എയർപോർട്ട് എന്നിവിടങ്ങളിൽ സേവനമനുഷ്ഠിച്ചിരുന്ന വളണ്ടിയർമാർ ഈ ആഴ്ചയിലും തങ്ങളുടെ സേവനം തുടരണമെന്ന് എംബസി അഭ്യർത്ഥിച്ചു. സൗദി അധികൃതർ പ്രഖ്യാപിച്ച വാരാന്ത്യ അവധി ദിനങ്ങൾ ഇന്ത്യൻ എംബസിയും പിന്തുടരുമെന്നും ജൂലൈ മുതൽ എല്ലാ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും എംബസി അവധിയായിരിക്കുമെന്നും പകരം ഞായർ മുതൽ വ്യാഴം വരെ തുറന്നു പ്രവർത്തിക്കുമെന്നും എംബസി അറിയിച്ചു. ഇതിനിടെ റിയാദിലെ ഷുമൈസി തെർഹീലിൽ പൊരിവെയിലത്ത് മണിക്കൂറുകളോളം എല്ലാം സഹിച്ച് ക്യൂ പാലിക്കുന്ന സഹോദരങ്ങളെ കുടിവെള്ളം നൽകിയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയും ലഘുഭക്ഷണം നൽകിയും സഹായിച്ച സംഘടനകളെയും സ്ഥാപനങ്ങളെയും എംബസി അധികൃതർ അഭിനന്ദിച്ചു. ഇതുവരെയായി ഫോക്കാസ, OICC സെൻട്രൽ കമ്മിറ്റി, OICC സോണൽ കമ്മിറ്റി, KMCC, ഫോക്കസ് റിയാദ്, കൃപ, KRW എന്നീ സംഘടനകളും ഗൾഫ് മാധ്യമം, റിയാദ് വില്ലാസ്, നെസ്റ്റോ, നാദക്, അല്ലൊത്തൈം, റിയാദ് ഷിമാൽ കമ്പനി എന്നീ ബിസിനസ് സ്ഥാപനങ്ങളും നൽകിയ സേവനങ്ങളെ